ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളിന് ശേഷം ഇന്നാണ് ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു യാത്ര പോവുകയാണ് കോയമ്പത്തൂരിന്. അപ്പോൾ ഒത്തിരി നാളായി ലോങ് ജേർണിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മെയിൻ ഉദ്ദേശം, ഞങ്ങളിപ്പോൾ തിരുപ്പൂരാണ്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല മീൻ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഒത്തിരി നാളായി ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ആ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ലുലു മാളിൽ പോയിട്ട് നമ്മുടെ കേരള ഫിഷൊക്കെ വാങ്ങിക്കാം. അത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലുലു മാളിൽ പോയി. അവിടെ ഫെസ്റ്റ് ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു ഫുഡിൻ്റെ. അപ്പോൾ അതൊക്കെ കണ്ടു. കുറച്ച് മീൻ ഒക്കെ വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പെരിയകുളം ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നൊരു 4 കിലോമീറ്റർ പോകുമ്പോൾ ഉക്കടമെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലേക്ക്. അത് കായലിനോട് ചുറ്റും പാർക്ക് പോലെയാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അപ്പം നല്ല രാവിലെ ഞങ്ങളൊന്നും കഴിക്കാതെയാണ് ഇവിടുന്ന് പോയത്. അപ്പം അവിടെ കുറേ ഇരുമ്പിൻ്റെ ഇതുകൊണ്ട് കുറേ ആർട്ട് വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പ്, കിണർ, ടെലിഫോണ്, പിന്നെ കാറ്, പാട്ട് കേൾക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ കായലിൽ നിറയെ പേരിങ്ങനെ വല വീശി മീൻ പിടിക്കുന്നുണ്ട്, ചങ്ങാടത്തിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണ്ട് ഞങ്ങളവിടെയൊക്കെ എൻജോയ് ചെയ്തു. അവിടെ നിറയെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട് ഒത്തിരി. നമുക്ക് ഇരിക്കാൻ പാർക്ക്, പിന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഇത്. അപ്പോൾ ഈ കാണുന്നത് വന്നിട്ട് കുറേ പക്ഷികളുടെ രൂപം വന്നിട്ട് ഇരുമ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ആർട്ട് വർക്ക്. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്ത് തരം പക്ഷിയാണ്. അങ്ങനെ അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇപ്പം അതിനുള്ളിൽ പ്രവേശിക്കുന്നതിന് എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ എല്ലാവരും പോയി കാണേണ്ട ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ ഒന്ന് വരണം. അപ്പം ഈ കായലിൽ നിന്ന് അടിക്കുന്ന കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെയാണ് അടിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈവേ ആണ്, വണ്ടിയൊക്കെ പോകുന്ന സൈഡാണ്. പിന്നെ ഒരുപാട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പക്ഷികളുടെ അതെന്ത് തരം പക്ഷിയാണ്, അതെങ്ങനെയാണ്, അതിൻ്റെ ബർത്ത് എങ്ങനെയാണെന്ന്. പിന്നെ ഒത്തിരി ഫുഡ് കോർട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ബോട്ടിംഗ് സൗകര്യമുണ്ട്. അത് കോംബോ അനുസരിച്ചാണ് ബോട്ടിങ്. പിന്നെ ഇപ്പം നല്ല വെയിലായതുകൊണ്ടും പിന്നെ നമുക്ക് അങ്ങനെ പോകാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടും പോയില്ല. ഇനിയും വരുമ്പോൾ പോകണം. പക്ഷേ കോയമ്പത്തൂർ വരുന്നവർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും വരുന്നതാണ് ഉത്തമം. പിന്നെ അതിനിടയിലുള്ള ടൈം വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. എന്നാലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പോഷമ്മ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. പിന്നെ